ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 22. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും അവർ തമ്മിലുള്ള സൗഹൃദം വളർന്നു. ഡാനി മീരയെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചു. തന്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ അധ്യായങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അവൾ അയാൾക്ക് മുൻപിൽ തുറന്നു വെച്ചു. മീര, എന്തെങ്കിലും തന്റെ മോനെ ഞങ്ങൾക്കൊന്ന് കാണാനാകുമോ? ഇതെല്ലാം കഴിഞ്ഞ് താൻ നാട്ടിൽ തിരിച്ചു പോയി കഴിയുമ്പോൾ തന്നെ കാണാൻ ഞങ്ങൾ വരും, ഒപ്പം ഞങ്ങളുടെ മകളും. ഡാനി ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ കേര പ്രഗ്നന്റ് ആണോ? മീര കണ്ണു മിഴിച്ചു. അയ്യോ, അതല്ല. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിയുന്നതും ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാകുന്നതുമൊക്കെ. എനിക്ക് പെൺകുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്കുണ്ടാകുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കണമെന്ന് ഞാനും കേരനും ഒരുപോലെ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സ്വപ്നങ്ങളാണല്ലോ നാളത്തെ യാഥാർത്ഥ്യം. ഡാനി അത് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. മീരയും അയാളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. വേദനകൾക്ക് നടുവിലെ ഒരു ചെറിയ ആശ്വാസം. ആർക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ ആകാം. 12 മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ആ അനൗൺസ്മെന്റ് മുഴങ്ങി. ഡാനി, എനിക്കൊപ്പം ഒന്ന് വരാമോ? ഞാനും അമ്മച്ചിയും താമസിച്ചിരുന്ന എന്റെ വീടിന്റെ അടുത്ത് വരെ. എന്റെ പാസ്പോർട്ട് അതെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് നോക്കാനാ. അതുകൂടി ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? മീര പ്രതീക്ഷയോടെ ഡാനിയെ നോക്കി. മീര, നിനക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു? ഈ ഗ്രാമത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. വീടുകളെല്ലാം തകർന്നു തരിപ്പണമായി. ഈ സാഹചര്യത്തിൽ പാസ്പോർട്ട് തേടി അവിടേക്ക് പോകുന്നത് വലിയൊരു മണ്ടത്തരമാണ്. അതവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താൻ പേടിക്കണ്ടടോ. എല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് എംബസിയിൽ പോകാം. എനിക്കും തനിക്കും അങ്ങോട്ടുള്ള വഴി അറിയില്ലെങ്കിലും നമുക്ക് ആരോടെങ്കിലും ചോദിച്ചങ്ങ് പോകാം. ഡാനി തമാശ പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചു. എനിക്ക് പ്രതീക്ഷയുണ്ട്. വരാൻ പറ്റുമെങ്കിൽ വാ. വാശിയോടെ അത് പറഞ്ഞുകൊണ്ട് മീര എഴുന്നേറ്റ് നടന്നു. മറുത്തൊന്നും പറയാനാകാതെ ഡാനിയും അവൾക്ക് പിന്നാലെ കൂടി. ദേ, ആ കാണുന്നതാണ് അമ്മച്ചിയുടെ വീട് നിന്നിരുന്ന സ്ഥലം. മീര ചൂണ്ടിക്കാണിച്ച കൽക്കൂമ്പാരത്തിലേക്ക് നോക്കി ഡാനി ഒരു ദീർഘനിശ്വാസം എതിർത്തു. മീര, ഈ മൺകൂനുകൾക്കിടയിൽ ഒരു പുൽനാമ്പ് പോലും ബാക്കിയുണ്ടാകില്ല. പിന്നെയല്ലേ തന്റെ പാസ്പോർട്ട്? ഡാനി നിരാശയോടെ അത് പറയുമ്പോഴും അതൊന്നും ചെവിക്കൊള്ളാതെ മീര അവശിഷ്ടങ്ങൾക്കിടയിൽ മുന്നോട്ട് നീങ്ങി. വീടിന്റെ സ്ഥാനത്തെത്തി അവൾ ചുറ്റും നോക്കി. താൻ സ്നേഹത്തോടെ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും പൊട്ടിത്തകർന്ന് അവിടെ എവിടെയായി ചിതറിക്കിടക്കുന്നു. ഒരുപക്ഷെ ഡാനി പറഞ്ഞതാവാം ശരി. ഇവിടെ നിന്ന് ഒന്നും കിട്ടാനില്ല. മനസ്സിനോട് മന്ത്രിച്ചുകൊണ്ട് അവൾ തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തോ ഒന്ന് അവളുടെ കാലിൽ ഉടക്കിയത്. എന്താണത്? ഞാൻ സഹായിക്കണോ? ഉടനെ ഡാനി അവളുടെ അരികിലേക്ക് എത്തി. അവർ രണ്ടുപേരും ചേർന്ന് ചുറ്റുമുണ്ടായിരുന്ന ഭാരമേറിയ കല്ലുകൾ എടുത്തു മാറ്റി. എന്റെ ബാഗ്. വെപ്രാളത്തോടെ അത് പറഞ്ഞുകൊണ്ട് അവൾ ആ ബാഗ് കൈക്കലാക്കാൻ ശ്രമിച്ചു. പാതി കരിഞ്ഞുപോയ ആ ബാഗ് ഡാനി വലിച്ചു തുറക്കുമ്പോൾ മീരയുടെ ഉള്ളിലെ പ്രതീക്ഷകളുടെ കനലുകൾ വീണ്ടും അണഞ്ഞു തുടങ്ങിയിരുന്നു. ഹേയ് മീര, ഇത് നോക്കൂ. കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് ഡാനി ആവേശത്തോടെ തുള്ളിച്ചാടി. ആശ്വാസവും സന്തോഷവും കൊണ്ട് മീര അവനെ കെട്ടിപ്പിടിച്ചുപോയി. ഒന്നും ബാക്കിയില്ലാത്ത ആ അവശിഷ്ടങ്ങൾക്കിടയിൽ തന്റെ പാസ്പോർട്ട് സുരക്ഷിതമായിരിക്കുന്നു. ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ തന്നെ വീണ്ടും കാക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വാ, നമുക്ക് ബംഗാളിലേക്ക് പോകാം. സീസ് ഫയർ ആണെങ്കിലും ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം. ഡാനി പെട്ടെന്ന് തന്നെ അവളെയും വിളിച്ചുകൊണ്ട് ബംഗാളിലേക്ക് ഓടിക്കയറി. യുദ്ധം നീളാൻ സാധ്യതയുണ്ട്. ഈ പ്രദേശം വിട്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് മിലിറ്ററി വാഹനങ്ങൾ റെഡിയാണ്. കുറച്ചു സമയത്തിന് ശേഷം മുഴങ്ങിയ ആ അനൗൺസ്മെന്റിൽ ബംഗാളിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ജീവൻ കയ്യിൽ പിടിച്ചെഴുന്നേറ്റു. അവരെല്ലാവരും ഇസ്രായേൽ പൗരന്മാരായിരുന്നു. അവർക്ക് പോകാൻ വേറെ ഇടങ്ങളുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത മീരയും ഡാനിയും മാത്രം പരസ്പരം നോക്കി അവിടെ തന്നെ ഇരുന്നു. മീര, ഇനിയിപ്പോൾ ഈ വീട് നമ്മുടെ സ്വന്തം. കാതോരം വന്ന് ഡാനി അത് പറയുമ്പോൾ മീരയുടെ ഉള്ളിൽ വല്ലാത്ത ഞെട്ടൽ നിറഞ്ഞു. ഒരു പുരുഷനോടൊപ്പം തനിച്ചൊരു വീട്ടിൽ കഴിയേണ്ടി വരിക അത് മീരയെ വല്ലാതെ ഭയപ്പെടുത്തി. മനുഷ്യർ ബലഹീനരാണ്. പാപം ചെയ്യാൻ എപ്പോഴും അവന് സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സാഹചര്യങ്ങളിൽ നിന്നും ഓടി അകലുക, അത് മാത്രമാണ് നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ചെയ്യാനാകുക. മുൻപൊരിക്കൽ സിസ്റ്റർമ്മ പറഞ്ഞ ആ വാക്കുകൾ മനസ്സിൽ മുഴുകുമ്പോൾ എവിടേക്കാണ് താനൊന്ന് രക്ഷപ്പെടുക എന്ന ചിന്തയോടെ മീര പകച്ചിരുന്നു. ഹേയ് ഡാനി, വാ, നമുക്ക് പോകാം. പെട്ടെന്നാണ് ആ പുരുഷ ശബ്ദം അവരുടെ കാതിൽ മുഴങ്ങിയത്. ബെൻ, നീ എങ്ങനെ ഇവിടെ? നീ ഡ്യൂട്ടിയിലല്ലായിരുന്നോ? ഞെട്ടലോടെ തിരിഞ്ഞ ഡാനി ബെന്നിനെ കണ്ട അത്ഭുതത്തോടെ ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. ആദ്യം ഇവിടെ നിന്നും രക്ഷപ്പെടണം. അയാൾ ധൃതി പിടിച്ചു.
ഡാനി കൂടി പോകാൻ തയ്യാറെടുക്കുന്നത് കണ്ടപ്പോൾ മീരയുടെ ഭയം ഇരട്ടിച്ചു. ആഗ്രഹങ്ങൾ സാധിക്കാതെ മരിച്ചുപോയ ആത്മാക്കൾക്കൊപ്പം താൻ തനിച്ചാകുമെന്ന ഭയം അവളെ വല്ലാതെ പിടികൂടി. ബെൻ, ഇത് മീര, കേറിന്റെ കൂട്ടുകാരിയാണ്. അവൾക്ക് ഇവിടെ ആരുമില്ല. നമുക്ക് അവളെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോയാലോ? പെട്ടെന്ന് ഡാനി അത് ചോദിക്കുന്നത് അവളുടെ കാതുകൾ കേട്ടു. മീര പ്രതീക്ഷയോടെ ബെന്നിന്റെ മുഖത്തേക്ക് നോക്കി. ഡാനി, ഹൈഫിയിൽ ഞങ്ങൾക്ക് ചെറിയൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ അത് വളരെ ചെറുതാണ്. നമുക്ക് രണ്ടുപേർക്കും മാത്രം താമസിക്കാനാകും. അതിനിടയിൽ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായാൽ എന്തു ചെയ്യും? ഏറെ നേരം ആലോചിച്ചു നിന്നിട്ട് ബെൻ ചോദിച്ചു. അതൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും. ജീവനെങ്കിലും ബാക്കി ഉണ്ടാകുമല്ലോ, അത് തന്നെ ധാരാളം. മീര, തനിക്ക് വിസയുണ്ടോ? ഡാനി അത് പറയുമ്പോൾ ബെൻ പെട്ടെന്ന് ചോദിച്ചു. അവൾ പെട്ടെന്ന് തന്റെ പാസ്പോർട്ട് അയാൾക്ക് നേരെ നീട്ടി. മീര, താനും പോന്നോളൂ. 1-2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. തനിക്കൊരു പുതിയ ജോലി കണ്ടുപിടിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ലീഗൽ ഫോർമാലിറ്റികളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡാനിക്ക് കൂട്ടായി ആരെങ്കിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അയാളുടെ അവസാന വാക്കുകൾ മീരയിൽ വല്ലാത്ത സംശയം ജനിപ്പിച്ചു. ഗ്രാമം വിടുന്നതുവരെ പുറത്തെ കാഴ്ചകൾ കാണാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. യാത്ര തുടങ്ങുമ്പോൾ കൂടെയുണ്ടായിരുന്ന പട്ടാളക്കാരൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ മനസ്സ് മരവിച്ച ആ മനുഷ്യർക്ക് ഒന്നിനും ശേഷിയില്ലായിരുന്നു. അവരെല്ലാവരും മുഖം കുമ്പിട്ടിരുന്നു. 3 മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ യുദ്ധത്തിന്റെ ഒച്ചപ്പാടുകളില്ലാത്ത ഹൈഫ നഗരത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. നമുക്കിവിടെ നിന്നും കുറച്ചധികം നടക്കാനുണ്ട്. നടക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ജീവനും കയ്യിൽ പിടിച്ച് പാലായനം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ബെന്നിന് പുറകെ നടക്കുമ്പോൾ ഡാനി പറഞ്ഞു. ദേ, ആ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. വില്ലേജിലേക്ക് താമസം മാറും മുൻപ് ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത് ഇവിടെയാണ്. കാടിന്റെ നടുക്കായി കണ്ട ഒരു വീട് കാണിച്ചു കൊടുത്തുകൊണ്ട് ബെൻ പറഞ്ഞു. മീര ചുറ്റും നോക്കി. നൂറ്റാണ്ടുകളുടെ കഥ ഹൃദയത്തിൽ ശേഖരിച്ച് തല ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ. ചുറ്റും ഇലക്ട്രിക് കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുന്നു. അതിന്റെ നടുക്കായി ചെറിയൊരു വീട്. മീര, അകത്തേക്ക് വന്നോളൂ. വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ? മടിച്ചു നിൽക്കുന്ന മീരയെ കണ്ടപ്പോൾ ബെൻ വിളിച്ചു പറഞ്ഞു. അകത്തേക്ക് കയറി മീര ചുറ്റും നോക്കി. ചെറിയൊരു അടുക്കള, അതിനുള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള മേശയും 2 ചെറിയ കസാരകളും, പിന്നെയുള്ളത് വാഷ്റൂമോട് കൂടിയ ഒരു ചെറിയ കിടപ്പുമുറിയും. മീര, ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം. പെട്ടെന്ന് കുളിച്ച് വസ്ത്രം മാറി വാ. കുറെ ദിവസമായിട്ടുണ്ടാകുമല്ലോ കുളിച്ചിട്ട്. പെട്ടെന്ന് ബെൻ പറഞ്ഞു. മണ്ടൻ, എന്ത് പറച്ചിലാണോ താനീ പറയുന്നത്? ഞങ്ങൾ ബംഗറിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ ബാക്കിയുള്ളത് ജീവൻ മാത്രമാണ്. മീരയ്ക്കാണെങ്കിൽ പാസ്പോർട്ട് എങ്കിലും ഉണ്ട്, എനിക്ക് അതുമില്ല. ഡാനി തമാശ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. ഓ, ഞാനത് മറന്നു. മീര, അലമാരയിൽ കേറിന്റെ വസ്ത്രങ്ങളുണ്ട്. തൽക്കാലം നിനക്കത് ഉപയോഗിക്കാം. ഡാനിക്ക് എന്റെ വസ്ത്രങ്ങളും. ബെൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് മീര വാഷ്റൂമിലേക്ക് നടന്നു. ആഴ്ചകൾക്ക് ശേഷം തണുത്ത വെള്ളം തലയിലേക്ക് പതിക്കുമ്പോൾ മീരയുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുത്തു. കുളി കഴിഞ്ഞപ്പോൾ ആള് തന്നെ മാറിയല്ലോ. കേറിന്റെ വസ്ത്രങ്ങൾ നിനക്ക് നന്നായി ചേരുന്നുണ്ട്. മീരയെ തന്റെ പ്രിയപ്പെട്ടവളുടെ വേഷത്തിൽ കണ്ടപ്പോൾ ഡാനി സന്തോഷത്തോടെ പറഞ്ഞു. എന്നാൽ ബെന്നിന്റെ മുഖത്ത് വല്ലാത്ത ഗൗരവമായിരുന്നു. ഡാനി, നീ വേഗം കുളിച്ചു വാ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ബെൻ ഡാനിക്കൊപ്പം അകത്തേക്ക് നടക്കുമ്പോൾ മീര ആ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും വല്ലാത്ത നിശബ്ദതയാണ്. ആ നിശബ്ദതയിൽ രാത്രിയുടെ വരവറിയിച്ചുകൊണ്ട് കൊച്ചു ജീവികളുടെ ശബ്ദം കാട്ടിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ശാന്തമായ ഒരു കൊച്ചുകാറ്റ് അവളെ തൊട്ടു തലോടി കടന്നുപോയി. മോനെ അലോഷി, അമ്മയ്ക്ക് നിന്നെ കാണാൻ തോന്നുന്നുണ്ട്. നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാനും നിന്നെ നെഞ്ചോട് ചേർക്കാനും ഈ അമ്മ വല്ലാതെ കൊതിക്കുന്നു. പക്ഷെ ഈ സാഹചര്യത്തിൽ പെട്ടെന്നെല്ലാം ഇട്ടെറിഞ്ഞു പോരുന്നത് എങ്ങനെയാ? ജന്മം തന്ന നാടിനെ എന്നതുപോലെ അന്നം തന്ന നാടിനോടും നമുക്കൊരു കടമയില്ലേ? നമുക്ക് അന്നം തരുന്ന ഈ നാടിപ്പോൾ വലിയ ദുരന്തത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഇവരോട് ചേർന്നിരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഇവിടുള്ള യുവാക്കളിൽ പലരും റിസർവ് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവരില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ മാതാപിതാക്കളെ അവരുടെ സ്ഥാനത്ത് നിന്നും നോക്കി സംരക്ഷിക്കാൻ നമുക്കും കടമയില്ലേ? നിശബ്ദതയിലേക്ക് നോക്കി മീര അലോഷിയോട് സംസാരിച്ചു. മീര, എന്തെങ്കിലും കഴിക്കണ്ടേ? പെട്ടെന്ന് ആ ചോദ്യവുമായി ബെൻ അങ്ങോട്ട് വന്നു. കിച്ചണിൽ എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാം. ബെന്നിന്റെ ചോദ്യത്തിന് മറുപടിയായി മീര പറഞ്ഞു. വാവ്, താങ്ക് യു. ഡോണ്ട് വറി, ഇന്നത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാനി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതങ്ങ് സെറ്റാക്കി. തൽക്കാലം എന്റെ ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ബെൻ ചിരിയോടുകൂടി മറുപടി പറഞ്ഞു. ഏറ്റവും സിമ്പിൾ ഫുഡായ പാസ്തയായിരുന്നു ബെൻ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത്. അതോടൊപ്പം വെജിറ്റബിൾ സലാഡും. മീരയും ഡാനിയും വല്ലാത്ത ആർത്തിയോടെ അത് കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്ന ബെന്നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
അത്രയ്ക്ക് ആർത്തിയായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. കുറച്ചു ദിവസങ്ങൾ വേണ്ട വിധം ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ അവരുടെ ആർത്തി അവസാനിച്ചു. അവർ വയറ് നിറഞ്ഞതുപോലെ ചുറ്റും നോക്കി. എന്തു ചെയ്യും, ഭക്ഷണം കളയാൻ പറ്റില്ലല്ലോ, മീര മനസ്സിൽ ചോദിച്ചു. അതങ്ങ് മാറ്റിവെച്ചേരെ, കുറച്ചു കഴിയുമ്പോൾ അല്പം കൂടി കഴിക്കാൻ പറ്റും. കുറച്ചു ദിവസമായില്ലേ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ വയറും ഒരു ഫാക്ടറി പോലെയാണ്. ഒരിക്കൽ നിന്ന് പോയാൽ എല്ലാം ഒന്ന് ഓർഡറായി കിട്ടാൻ താമസമുണ്ടാകും. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ബെൻ പറഞ്ഞു, ഡാനി, എനിക്ക് നിന്നോട് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കൈ കഴുകി തിരിഞ്ഞപ്പോൾ ബെൻ പറഞ്ഞു, ബെൻ, എനിക്ക് മനസ്സിലാക്കാനാകും. ഞങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ വീട്ടുകാർ സമ്മതിച്ചില്ല അല്ലേ? അത് ഞങ്ങൾ മുൻപേ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ട് അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. പിന്നെ എത്ര കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും നിങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എനിക്ക് കേരനില്ലാതെ ഒരു ജീവിതമില്ല, ഡാനി ഉറപ്പോടെ പറഞ്ഞു. ഡാനി, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് താങ്ങാനാകുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാതിരിക്കാനാകില്ല. ബെൻ ഡാനിയുടെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ, നീ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ. അവന്റെ ശബ്ദത്തിലെ വിറയൽ മനസ്സിലാക്കിക്കൊണ്ട് ഡാനി വെപ്രാളത്തോട് ചോദിച്ചു. ഡാനി, കേരൻ അവളെ കാണാനില്ല. ഞങ്ങളുടെ ഡിഫൻസ് ഫോഴ്സിലെ അംഗമായിരുന്നു അവളും. നിങ്ങളോട് യാത്ര പറഞ്ഞ് അവൾ വന്നതും ഞങ്ങളുടെ അടുത്തേക്കായിരുന്നു. പക്ഷേ അന്ന് രാത്രിയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. ഞങ്ങൾ പല വഴിക്കായി പിരിഞ്ഞു. പിന്നീട് അവളെപ്പറ്റി യാതൊരു വിവരവുമില്ല. തിരച്ചിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവൾ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടാകും. അവൾ തിരിച്ചു വരും, എനിക്ക് പ്രതീക്ഷയുണ്ട്. അത് പറയുമ്പോൾ ബെന്നിന്റെ ശബ്ദമിടറി. മീര ഞെട്ടലോടെ ഡാനിയെ നോക്കി. അതുവരെ ഉണ്ടായിരുന്ന ഉത്സാഹമെല്ലാം ഡാനിയിൽ നിന്നും പോയി മറിഞ്ഞിരിക്കുന്നു. സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ അവൻ അനക്കമറ്റിരുന്നു. ഡാനി! അവന്റെ ആ ഇരിപ്പ് കണ്ട് മീര വല്ലാത്ത ഭയത്തോടെ അവനെ കുലുക്കി വിളിച്ചു. പെട്ടെന്ന് അവൻ ഒരാശ്രയത്തിനെന്ന പോലെ മീരയെ ചേർത്ത് പിടിച്ച് അലറിക്കരഞ്ഞു. ആ പ്രതികരണത്തെ മീര ഒന്ന് പകച്ചുപോയെങ്കിലും അവൾക്ക് അവനെ തടുക്കാനായില്ല. അവനെ കരയാൻ അനുവദിച്ചുകൊണ്ട് അവൾ അനക്കമറ്റിരുന്നു. ഡാനി, എന്താ ഈ കാണിക്കുന്നത്? അവളെ വിടൂ. സോറി. ബെന്നിന്റെ വാക്കുകളിലൂടെ സ്വബോധം വീണ്ടെടുത്ത് ഡാനി ഞെട്ടലോടെ മീരയിൽ നിന്നും അകന്നു മാറി. സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെ അവൻ നിലത്തേക്ക് കമിഴ്ന്നു വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ എന്തിനു വിട്ടിയാ? എന്റെ കേരൻ, അവൾക്കൊന്നും സംഭവിക്കില്ല. ആരവളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും അവൾ എന്റെ അടുത്തേക്ക് തിരികെ വരും. അവൾ വന്നില്ലെങ്കിൽ എനിക്ക് ജീവൻ ഉണ്ടാകില്ലല്ലോ. എന്റെ ജീവനെയല്ലേ അവൾ കൊണ്ടുപോയിരിക്കുന്നത്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഡാനി പുലമ്പി. തീർച്ചയായും അവൾ വരും. അത് പറയുമ്പോൾ ബെന്നിന്റെ വാക്കുകളിൽ വല്ലാത്ത നിരാശയുണ്ടായിരുന്നു. മീര, എന്റെ കേരൻ, അവൾ വരുമായിരിക്കുമല്ലേ? നീ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കുട്ടിയല്ലേ? എന്റെ കേരന് വേണ്ടി നിന്റെ ദൈവത്തോടൊന്ന് പറയാമോ? അവളെ എനിക്ക് വേണം. അവൾ എന്റെ പ്രാണനാ. നീ കണ്ടതല്ലേ അവൾ എത്ര പാവമാണെന്ന്. അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അതുകൊണ്ട് ആരും അവളെ ഉപദ്രവിക്കില്ല. ഇനി ഈ നാട് എനിക്ക് വേണ്ട. അവൾ തിരിച്ചു വന്നാൽ പിറ്റേന്ന് തന്നെ ഞങ്ങൾ മടങ്ങും. ഇനി ഒരു യുദ്ധത്തിലേക്കും ഞാൻ അവളെ പറഞ്ഞു വിടില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, അവൾ പോകാതിരുന്നേനെ. വീണ്ടും ഡാനി എന്തൊക്കെയോ പറഞ്ഞു പുലമ്പുന്നു. ആ സങ്കടക്കാഴ്ചയിൽ മീര വല്ലാതെ തളർന്നു. മീര, നീ കട്ടിലിൽ കിടന്നോ, ഞങ്ങൾ താഴെ കിടന്നോളാം. രാത്രി ഏറെ വൈകിയപ്പോൾ ബെൻ പറഞ്ഞു. അപ്പോഴേക്കും ഡാനിയും അല്പമൊന്ന് ശാന്തനായിരുന്നു. നീയും കൂടി ആ കട്ടിലിൽ തന്നെ കിടന്നോളൂ. ഇത്രയും ദിവസം യുദ്ധഭൂമിയിലായിരുന്നില്ലേ നീ? ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് നല്ല വിശ്രമം ആവശ്യമാണ്. എനിക്ക് കിടന്നാലും ഇന്നിനി ഉറക്കം വരില്ല, സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് ഡാനി പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ ഡാനിയെ നോക്കി. ഒരന്യ പുരുഷന്റെ കൂടെ തന്നോട് കിടന്നോളാൻ പറയാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു? തന്റെ സ്ഥാനത്ത് കേരനായിരുന്നുവെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു വാക്ക് ഇത്ര നിസ്സാരമായി പറയുമായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഡാനിയും മീരയും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഇന്നലെ കണ്ടുമുട്ടിയ തന്നോട് ഇവർ ഇത്രയ്ക്കൊക്കെ കാരുണ്യം കാണിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ചിന്തകൾ കാട് കയറുമ്പോൾ മീരയുടെ മനസാക്ഷി അവളെ ഓർമ്മിപ്പിച്ചു. ബെൻ, ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നന്ദികേട് പറയുകയാണെന്ന് വിചാരിക്കുകയും അരുത്. ഒരു പുരുഷനോടൊപ്പം ഈ കട്ടിലിൽ കിടക്കാൻ എനിക്കാകില്ല. നിങ്ങൾ രണ്ടുപേരും കട്ടിലിലേക്ക് കിടന്നോളൂ, ഞാൻ നിലത്ത് കിടന്നോളാം, മീര ശാന്തമായി പറഞ്ഞു. സോറി മീര, ഞാൻ എന്നെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഡാനി അങ്ങനെ പറഞ്ഞതെന്ന്. വെറുതെ ഡാനിയെ തെറ്റിദ്ധരിക്കേണ്ട. അവൻ നിന്റെ സുരക്ഷിതത്വം മാത്രമാണ് നോക്കിയിട്ടുള്ളത്. ബെൻ അത് പറയുമ്പോൾ മീര അത്ഭുതത്തോടെ അയാളെ നോക്കി. സംശയിക്കേണ്ട മീര, ഞാനൊരു ഗേ ആണ്. എനിക്കൊരു പെണ്ണിനോടും ആസക്തി തോന്നില്ല, മറിച്ച് പുരുഷനോട് തോന്നുകയും ചെയ്യും.
അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. കേരൻ അവൾക്കെല്ലാം അറിയാമായിരുന്നു. അവൾ തീർച്ചയായും എല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ടാകും. വിഷാദ ചുവയുള്ള സ്വരത്തിൽ അയാൾ പറഞ്ഞു. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ മീര അത്ഭുതത്തോടെ ബെന്നിനെ നോക്കി. അവൻ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. മീരയെ പോലെ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ഒരു വാക്കായിരുന്നു ഗേ എന്നത്. അവൾ വീണ്ടും സംശയഭാവത്തിൽ ബെന്നിനെ നോക്കി. മീര, അതത്ര വലിയ തെറ്റായി കാണേണ്ട കാര്യമൊന്നുമില്ല. എനിക്കതൊരിക്കലും പാപമായി തോന്നിയിട്ടില്ല. എന്റെ പാർട്ട്ണർ ലൂയിക്കും ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ലൈംഗിക ബന്ധം നടത്തുന്നു. അതിലെന്താ തെറ്റുള്ളത്? ലൈംഗികത എന്നത് ഒരിക്കലും മക്കളെ ഉണ്ടാക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല. ഏതൊരു വ്യക്തിക്കാണോ ഒരു മനുഷ്യ ശരീരത്തിന്റെ ആവശ്യത്തെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത്, ആ വ്യക്തിയാണ് അയാളുടെ ലൈംഗിക പങ്കാളി. അത് പറയുമ്പോൾ ബെന്നിന്റെ മുഖത്ത് അല്പം ദേഷ്യം നിറഞ്ഞിരുന്നത് പോലെ അവൾക്ക് തോന്നി. മനസ്സിൽ തികട്ടി വന്ന 1000 ചോദ്യങ്ങളെ സ്വയം ശാസിച്ചുകൊണ്ട് മീര ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. സ്വവർഗഭോഗത്താൽ സോതോമിനും ഗൊമോറയ്ക്കും സംഭവിച്ച നാശം മനസ്സിലേക്ക് വന്നപ്പോൾ മീര വേദനയോട് ദൈവത്തെ വിളിച്ചു. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മീര, അകത്തേക്ക് കിടന്നോളൂ. ഞാനും ഡാനിയും ഒന്ന് ലൂയിയെ കാണാൻ പോവുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ബെൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് നടന്നു. പേടിക്കേണ്ട, ഞാൻ ഇവിടെ ഉണ്ടാകും. ലൂയി ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. തന്നെ പോലെ തന്നെ എനിക്കും ബെന്നിന്റെ അഭിപ്രായത്തോട് യോജിക്കാനാകില്ല. എല്ലാം ഓരോ മനുഷ്യരുടെയും വ്യക്തി സ്വാതന്ത്ര്യങ്ങളല്ലേ, ഇടപെടാനാകില്ല. ശബ്ദം താഴ്ത്തി അത്രയും പറഞ്ഞിട്ട് ഡാനിയും ബെന്നിനെ അനുഗമിച്ചു. മീരയ്ക്ക് മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. സാഹചര്യങ്ങൾ ഒന്നിനുമേൽ ഒന്നായി തന്നെ ഞെരുക്കുന്നത് പോലെ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് മാറണം. ഇതുപോലുള്ള സാഹചര്യങ്ങൾ തന്നെ പോലുള്ള വ്യക്തികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇവിടെ തുടർന്നാൽ തന്റെയും മനസ്സ് മുരടിച്ചു പോകും. ഓരോന്നാലോചിച്ചുകൊണ്ട് മീര ഉറങ്ങാതെ നേരം പുലർത്തി. രാവിലെ ഭക്ഷണത്തിനിടയിൽ ബെന്നാണ് ആ വിഷയം അവതരിപ്പിച്ചത്. മീര, ഇന്ന് ഡാനി ടെല്ലവീവിന് പോകുന്നുണ്ട്. നീയും കൂടെ അവനോടൊപ്പം പോകുന്നതാണ് നല്ലത്. നിന്റെ കയ്യിൽ പഴയ പാസ്പോർട്ട് ഉണ്ടല്ലോ, അത് കാണിച്ച് പുതിയതിന് അപേക്ഷിക്കാം. രേഖകളില്ലാതെ ഇവിടെ കഴിയുന്നത് സുരക്ഷിതമല്ല. എപ്പോൾ വേണമെങ്കിലും സുരക്ഷാ പരിശോധനകൾ ഉണ്ടായേക്കാം. ബെന്നിന്റെ നിർദ്ദേശം ശരിയാണെന്ന് മീരയ്ക്കും തോന്നി. അവിടേക്കുള്ള ബസ് യാത്രയിൽ മീരയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൾ പതിയെ ഡാനിയെ നോക്കി. ഡാനി, പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിന്റെ പ്ലാൻ? കേരൻ വരുന്നത് വരെ ഇവിടെ തന്നെ കാണുമോ? എനിക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് മടങ്ങണം മീര, ഡാനി ജനാലയ്ക്കിലേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി. എന്റെ ഡാഡി ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലബോറട്ടറിയുടെ ചുമതല എനിക്കാണ്. വിശ്വസ്തതയും ഉത്തരവാദിത്വവും വേണ്ട ജോലിയാണത്. എന്നെ മാറ്റി നിർത്തി അവർക്ക് മുന്നോട്ട് പോകാനാകില്ല. അതൊക്കെ നോക്കാൻ ഡാനിക്ക് സഹോദരങ്ങൾ ആരുമില്ലേ? അവൾ ആശങ്കയോടെ ചോദിച്ചു. ഡാനി കൂടി പോയാൽ താൻ ഈ നാട്ടിൽ തീർത്തും ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയം ആ ചോദ്യത്തിലുണ്ടായിരുന്നു. ഇല്ല മീര, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏക മകനാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ യാത്രയ്ക്ക് അവർ അനുവാദം തന്നത് തന്നെ. കേരനോടുള്ള എന്റെ പ്രണയം അത്രമേൽ ആഴത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്താനായത്. അവൾ മടങ്ങി വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ എന്റെ ആത്മാവ് ഇവിടെ തന്നെ കാണും. പോയി എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ വരും, അവളെ കൊണ്ടുപോകാൻ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ. അവന്റെ വാക്കുകളുടെ നിശ്ചയദാർഢ്യം കേട്ടപ്പോൾ മീരയ്ക്ക് ഡാനിയോട് ബഹുമാനം തോന്നി. എങ്കിലും അവനില്ലാത്ത നാളെയെക്കുറിച്ചുള്ള ചിന്ത അവളുടെ ഉള്ളിൽ ചെറിയൊരു നോവായി നിന്നു. ഡാനി, എനിക്കെന്റെ മകനെ ഒന്ന് വിളിക്കണമായിരുന്നു. ഈ സാഹചര്യത്തിൽ അത് അവിവേകമാണോ എന്നറിയില്ല. അതിനെന്താ മീര, അത് അത്യാവശ്യമല്ലേ? നമുക്ക് ടൗണിൽ പോയി വിളിക്കാം. എനിക്കും ഡാഡിയോടൊന്ന് സംസാരിക്കണം. എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട കാര്യവും മറ്റും അറിഞ്ഞാൽ അവർക്കും ആശ്വാസമാകും. ഡാനി അവളെ ആശ്വസിപ്പിച്ചു. അമേരിക്കൻ ഇന്ത്യൻ എംബസികളിലെ നൂലാമാലകൾ യുദ്ധകാലങ്ങളായതുകൊണ്ട് തന്നെ വേഗത്തിൽ നീങ്ങി. പുതിയ പാസ്പോർട്ടിനായുള്ള അപേക്ഷ നൽകി അവർ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് ഫോൺ വിളിച്ച് തങ്ങൾ സുരക്ഷിതരാണെന്ന് അറിയിച്ചതോടെ രണ്ടുപേരുടെയും മനസ്സൊന്ന് തണുത്തു. തിരികെയുള്ള യാത്രയിൽ എന്തെന്നില്ലാത്ത പ്രത്യാശ അവരെ നിറഞ്ഞു നിന്നിരുന്നു. മീര, ഇതാണ് കാർമൽ മല, ബൈബിളിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഇടം. ഒരു കൊച്ചു സിറ്റിയിൽ എത്തിയപ്പോൾ ഡാനി പറഞ്ഞു. ആ വാക്കുകളിൽ നിന്ന് അവനൊരു വിശ്വാസിയാണെന്ന് മീര തിരിച്ചറിഞ്ഞു. മീര ഡാഡിയോട് സംസാരിച്ചപ്പോൾ ഡാഡി അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞു. എനിക്ക് അവരെ ഒന്ന് കാണണം. ഈ സാഹചര്യത്തിൽ നിന്നെ എനിക്ക് കൂടെ കൂട്ടാനാകില്ല. ഇതുവഴി നേരെ പോയാൽ മതി. നിനക്ക് വഴി തെറ്റില്ലല്ലോ അല്ലേ? ഇല്ല ഡാനി, ഞാൻ പോയിക്കോളാം. കടുത്ത ക്ഷീണത്തോടെ അവൾ തലയാട്ടി. അപ്പോഴേക്കും വല്ലാത്ത തലവേദന അവളെ അലട്ടിയിരുന്നു. ഒരേ ഒരു പ്രാവശ്യം നടന്നിട്ടുള്ള വഴിയാണെങ്കിൽ പോലും അവൾക്ക് വഴി തെറ്റിയില്ല. അവൾ പെട്ടെന്ന് തന്നെ വീടെത്തി.
അവൾ അവിടെ എത്തുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ബെൻ ഉറങ്ങുകയായിരിക്കും എന്ന് കരുതിക്കൊണ്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. വാഷ്റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയ മീര ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിന്നു. ബെഡിൽ 2 പുരുഷ ഉടലുകൾ നഗ്നമായി ഇണചേരുന്ന കാഴ്ച. ഇതുവരെ കാണാത്ത, കേട്ടുകേൾവി പോലുമില്ലാത്ത ആ കാഴ്ച മീരയെ വല്ലാതെ തളർത്തി. അറുപ്പും വെറുപ്പും കൊണ്ട് അവൾ കോക്കാനും വന്നു. വാ പൊത്തിപ്പിടിച്ച് അവൾ പുറത്തേക്കോടി. ദൂരെ മാറി നിന്ന് ഛർദ്ദിക്കുമ്പോൾ അവളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലോകം ഇടിഞ്ഞു വീണിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോയി. നിലത്തിരുന്ന് വിതുമ്പുന്ന മീരയുടെ അരികിലേക്ക് അപ്രതീക്ഷിതമായി ഡാനി എത്തി. എന്താ മീര, എന്തു പറ്റി? ഡാനി പരിഭ്രമത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. തകർന്ന മനസ്സോടെ മീര അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് എതിർവശത്തു നിന്നും ലൂയി വരുന്നത് ഡാനി കണ്ടത്. കാര്യം ഏകദേശം ഊഹിച്ച ഡാനി ചിരി ഒളിപ്പിച്ച് ലൂയിയെ അഭിവാദ്യം ചെയ്തു. ഓ മീര, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് ലൂയി, ബെന്നിന്റെ പാർട്ട്ണർ. മീരയെ ലൂയിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഡാനി സാവധാനം പറഞ്ഞു. ഹായ് മീര, നേരത്തെ കാണാൻ പറ്റിയില്ല. നിനക്കൊരു ജോലി ശരിയാക്കുന്നതിനെ കുറിച്ച് ബെൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കാം. ലൂയി വളരെ മാന്യമായും സൗഹൃദത്തോടെയും സംസാരിച്ചു. അവൾ ഒരുവിധം തലയാട്ടി. ലൂയി യാത്ര പറഞ്ഞ് അവിടെ നിന്നും നടങ്ങി നീങ്ങി. അവൻ കണ്ണിൽ നിന്നും മറിഞ്ഞതും ഡാനി മീരയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എനിക്കറിയാം മീര, നിനക്കിത് സഹിക്കാനാകില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റൊരാളുടെ ലൈംഗികതയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ബെൻ ഒരു ഗേയാണ്. അവൻ ലൂയിയെ പ്രണയിക്കുന്നു. നമ്മൾ വളർന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പെൺകുട്ടിയായ നിനക്ക് ഇതിലും സുരക്ഷിതമായ ഇടം എവിടെയാണ് ലഭിക്കുക? മറ്റൊരാളായിരുന്നുവെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ ഇത്രയും സുരക്ഷിതത്വം കിട്ടുമായിരുന്നു. അവന്റെ വ്യക്തി ജീവിതം എന്തുമാകട്ടെ, അവൻ നമുക്ക് നൽകുന്ന അഭയം അത് മറക്കരുത്. നല്ലൊരു ജോലി കിട്ടുന്നതുവരെ നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. ഡാനി മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഡാനിയുടെ പക്വതയാർന്ന വാക്കുകൾ മീരയെ ശാന്തമാക്കി. അവൾ കണ്ണുകൾ തുടച്ച് മനസ്സിനെ പാകപ്പെടുത്തി. അവർ സാവധാനം വീട്ടിലേക്ക് കയറി. ഹാളിലിരുന്ന ബെൻ അവരെ കണ്ടതും മുഖത്ത് പ്രത്യേക തിളക്കത്തോടെ എഴുന്നേറ്റു. ഓ, നിങ്ങൾ വന്നോ? കുറച്ചു മുമ്പ് വരെ ലൂയി ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വൈകിപ്പോയി. ആ വാക്കുകളിലെ നാണവും സന്തോഷവും മീരയ്ക്ക് അപ്പോൾ മനസ്സിലാക്കാനാകുമായിരുന്നു. ഞങ്ങൾ ലൂയിയെ കണ്ടിരുന്നു. വളരെ നല്ല മനുഷ്യൻ, ഡാനി മറുപടി നൽകി. ബെന്നിന്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. തന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ച് ഡാനി നല്ലത് പറഞ്ഞത് അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. മീര നേരത്തെ ഒരു പുഞ്ചിരിയോടെ ആ കാഴ്ചകളെ ഉള്ളിൽ നിന്നും മായ്ച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.